ആദ്യം അവിടെ തുടങ്ങിയത് എല്ലാവരും ഗ്ലൗസും മാസ്കും എല്ലാം വെച്ചിട്ട് ഈ സമാധിയുടെ ചുറ്റും ഉള്ള മണ്ണുകൾ കവറിൽ ശേഖരിക്കുന്നത് ഞാൻ കണ്ടു. ആരെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഈ കവറിൻ്റെ 4 സൈഡിലും ഉള്ള അളവുകൾ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ്റെ RDOയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ തൊഴിലാളി ഇരുമ്പ് ഉളി കൊണ്ട് മേളിലെ സ്ലാബ് തട്ടി 4 സൈഡും തട്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമായിട്ട് ഇതിനെ സ്ലാബ് എടുത്ത് താഴെ വെച്ചു. മുകളിലത്തെ സ്ലാബ്. ആ സ്ലാബ് എടുത്ത് വെക്കുമ്പോഴേക്കും ഞാനും ഈ കുഴിയിലേക്ക് എത്തി നോക്കിയായിരുന്നു. കുഴി ഇല്ല, ഈ കെട്ടി നോക്കിയായിരുന്നു. അപ്പോൾ കണ്ടത് തുണി പുതച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഭസ്മവും മറ്റു കാര്യങ്ങളും കഴുത്തിൻ്റെ അളവോളം ഉണ്ടായിരുന്നു. പിന്നെ സ്മെല്ല്, ഗന്ധം, കർപ്പൂരത്തിൻ്റെ ഗന്ധം കൂടി എനിക്ക് അനുഭവപ്പെട്ടു. അതായത് ഈ മൃതദേഹത്തിൽ നിന്ന് ഈ കർപ്പൂരം, ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു. വേറെ സുഗന്ധദ്രവ്യം എന്ന് പറയുന്നത് ഭസ്മം, വെള്ള കളറുള്ള ഭസ്മമാണ് ഞാൻ കാണുന്നത്. കണ്ണ് നീറ്റലുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി കർപ്പൂരത്തിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർപ്പൂരം അലിഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്.